ചൈന വ്യോമസേന പദ്ധതി വിപുലീകരിക്കുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊക്കെ ഭീഷണി ഉയർത്തിയാണ് ചൈനയുടെ നീക്കം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ഇത് പൂർത്തിയാകുന്നതോടെ അമേരിക്കയെയും പിന്തള്ളി ലോകത്തിലെ ഒന്നാമത്തെ വ്യോമശക്തിയാകുമെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. മറ്റ് രാജ്യങ്ങളുടെ വ്യോമശക്തിയെക്കുറിച്ച് പഠിച്ച ശേഷമാണ് പീപ്പിൾ ലിബറേഷൻ ആർമിക്ക് കീഴിൽ ചൈനയുടെ വ്യോമമേഖല വിപുലീകരിക്കുന്നതെന്നാണ് ചൈനയുടെ അവകാശവാദം. 2023 പെൻറ്റഗൺ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പൈലറ്റില്ലാ വിമാനങ്ങളടക്കം 3150 വിമാനങ്ങൾ ചൈനയുടെ പക്കലുണ്ട്. എന്നാൽ അമേരിക്കയുടെ പക്കൽ 4000 യുദ്ധവിമാനങ്ങളുണ്ട്. ഈ എണ്ണത്തെ മറികടക്കുന്നതിനാണ് ചൈനീസ് ശ്രമം. കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഡീകമ്മീഷൻ ചെയ്ത് പുതിയവ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ശ്രമവും ചൈന ആരംഭിച്ചു കഴിഞ്ഞു. J-10, J-11, J-16, J-20 വിഭാഗത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച് സൈന്യത്തിൻ്റെ ഭാഗമാക്കാനുള്ള നീക്കം അവസാന ഘട്ടത്തിലാണെന്ന് ഒരു മുതിർന്ന വ്യോമസേനാ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ഇന്ത്യ, ജപ്പാൻ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ചൈനയുടെ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ പുതിയ നീക്കം ആശങ്കയോടെയാണ് ലോകം കാണുന്നത്. റഷ്യൻ അതിർത്തി പ്രദേശത്ത് ചൈനീസ് സൈന്യത്തിൻ്റെ കടന്നുകയറ്റമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഇതിനോട് പ്രസിഡന്റ് പുടിൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല, തായ്വാൻ ദ്വീപ് ലക്ഷ്യമാക്കി പറന്ന 103 ചൈനീസ് വ്യോമസേനാ വിമാനങ്ങൾ രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് പ്രവേശിച്ചുവെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. കാലങ്ങളായി ചൈന സ്വന്തം പ്രദേശമെന്ന് അവകാശപ്പെടുന്ന മേഖലയാണ് തായ്വാൻ. ഇവിടെ ബെയ്ജിങ്ങിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം വർദ്ധിച്ചതായി പരാതി ഉയർന്നിരുന്നു. ഈ അടുത്ത കാലത്ത് ചൈന തായ്വാനുമേൽ സൈനിക നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. നിലവിലെ സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ചൈനീസ് സൈനിക നടപടിയെ പീഡനമെന്നാണ് തായ്വാൻ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. വിനാശകരമായ സൈനിക പ്രവർത്തനങ്ങൾ ഉടൻ അവസാനിപ്പിക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ബെയ്ജിംഗ് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് തായ്വാൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിൻ്റെ 2022 ഗ്ലോബൽ എയർ പവർ റാങ്കിങ്ങിൽ ഇന്ത്യൻ വ്യോമസേന ചൈനീസ് വ്യോമസേനയെ മറികടന്ന് മുന്നിലെത്തിയിരുന്നു. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മൂന്നാമത്തെ വ്യോമസേനയായി ഇന്ത്യൻ വ്യോമസേന ഉയർന്നു. ചൈനീസ് വ്യോമസേനയെ മാത്രമല്ല, ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേലി എയർഫോഴ്സ്, ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് എന്നിവയെയും ഇന്ത്യൻ വ്യോമസേന പിന്തള്ളിയെന്നാണ് റിപ്പോർട്ട്. പിന്നാലെയാണ് വ്യോമശക്തി വിപുലീകരിക്കാനുള്ള നീക്കം ചൈന ആരംഭിച്ചത്.